എവ്രി വൺ, വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ചെയ്യാൻ പോകുന്നത്. പ്രേക്ഷകർക്കെതിരെ എന്ത് ഗോസിപ്പാണ് നടക്കുന്നത്, ഓക്കെ, ആൾക്കാർ എന്താണ് പറയുന്നത് എന്നതാണ്. സോ 2 ഗ്രൂപ്പാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. കാർഡ്സ് നോക്കി സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യുക. ഇന്നർ പീസ് ആണ് ആദ്യത്തെ കാർഡ്. In moments of peace, intuition speaks the loudest. Okay. First card, inner peace. Second, wisdom of the heart. The heart wisdom speaks through intuition. Listen closely. Okay. So, 2 cards ആണ്. നോക്കൂ ഏത് കാർഡാണ് ഏറ്റവും കൂടുതൽ റെസൊനേറ്റ് ആകുന്നത്. ഓക്കെ, ആൻഡ് ആ കാർഡ് പ്രേക്ഷകർക്ക് എടുക്കാം. ഓക്കെ, ഫയൽ സെലക്ട് ചെയ്യാം, ഓർ ടൈം സ്റ്റാമ്പ് നോക്കി സെലക്ട് ചെയ്യാം. ഒരു കാർഡ് ചൂസ് ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കുക. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഗ്രൂപ്പ് 1. ഹലോ ഗ്രൂപ്പ് 1 ചൂസ് ചെയ്തത് ഇന്നർ പീസ് എന്ന കാർഡാണ്. ഓക്കെ, സോ ഇവിടെ എന്ത് ഗോസിപ്പാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഗോസിപ്പ് ഇതാണ്, ദാറ്റ് പ്രേക്ഷകർ ഒറ്റപ്പെട്ട് കഴിഞ്ഞു. ഓക്കെ, ഒറ്റയ്ക്കാണ്. പക്ഷേ ഈ ഒറ്റപ്പെടലിലും നിങ്ങൾക്കെതിരെ ഗോസിപ്പ് പറയുന്ന ആൾക്കാർക്ക് സന്തോഷമില്ല. കാരണം അവർക്കറിയാം ഈ ഒറ്റപ്പെടൽ ഒരു ഒറ്റപ്പെടലല്ല. ഓക്കെ, നിങ്ങൾ മറ്റാൾക്കാരിൽ നിന്ന് ഡിസ്കണക്റ്റ് ആയിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ നിങ്ങളിൽ വളരെ സന്തുഷ്ടരാണ്. ഓക്കെ, എന്ത് കാര്യം നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ വിചാരിച്ചില്ല, ആ കാര്യമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മൈറ്റ് ബി നിങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് സറൗണ്ടിങ്ങിൽ ആൾക്കാരുണ്ടായിരുന്നു നിങ്ങളെ ഒറ്റപ്പെടുത്താൻ മാത്രം നോക്കിയിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് അവരുടെ എയിം, അവരുടെ ആഗ്രഹം ഇതായിരുന്നു, നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ അസുഖം ബാധിക്കുക, അല്ലെങ്കിൽ വിഷമത്താൽ എപ്പോഴും വിഷമിച്ചിരിക്കുക, അതുകൊണ്ട് ജീവിതം ഇല്ലാതാക്കുക എന്നതായിരുന്നു അവർ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു. നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരെ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിങ്ങൾക്ക് വേണ്ടി നല്ലത് കരുതാത്ത ആൾക്കാരെ മാറ്റി നിർത്തി. പക്ഷേ നിങ്ങൾ വളരെ ഹാപ്പിയാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരുമില്ലെങ്കിലും നിങ്ങൾ വളരെ ഹാപ്പിയാണ്. ആൻഡ് അത് ചില ആൾക്കാർക്ക് വളരെ ട്രിഗറിങ് ആണ്. ഓക്കെ, അവർക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. സോ നൗ ടാരോ കാർഡ്സ് ആണ് നോക്കുന്നത്. ക്വീൻ ഓഫ് പെന്റിക്കിൾസ്. വാവ്. സോ ഗോസിപ്പിന്റെ സ്റ്റാർട്ടിങ് വളരെ നല്ലതാണ്. ഓഹ് ഗ്രേറ്റ്. വീൽ ഓഫ് ഫോർച്യൂൺ. ജഡ്ജ്മെൻറ്റ്. ഗ്രൂപ്പ് 1 നിങ്ങൾ എന്താണ് ചെയ്തത്? സോ ഗ്രൂപ്പ് 1 വളരെ സ്പിരിച്വലാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ആൻഡ് സ്പിരിച്വൽ മാത്രമല്ല, നിങ്ങൾ ടൈം ടു ടൈം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ടൈം ടു ടൈം മാറ്റേണ്ട ആൾക്കാരെ നിങ്ങൾ മാറ്റിയിട്ടുണ്ട്. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ ആദ്യത്തെ ഗോസിപ്പ് ഇതാണ്, ദാറ്റ് നിങ്ങൾ ക്വീൻ എനർജിയിലാണ്, നിങ്ങൾ കിങ് ഓർ ക്വീൻ എനർജിയിലാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അതോറിറ്റി നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആണ്, വളരെ റെസ്പെക്റ്റ്ഫുള്ളാണ്. ഓക്കെ, ആൻഡ് ആര് നിങ്ങൾക്ക് റെസ്പെക്റ്റ് തരുന്നില്ല, അവർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഔട്ട് ആണ്, അവർ ജീവിതത്തിൽ നിന്ന് മാറി പോകുന്നതാണ്. സോ നിങ്ങളുടെ എനർജി വളരെ ക്യൂൻ എനർജിയാണ്, നിങ്ങളുടെ എനർജി അതോറിറ്റേറ്റീവ് ആണ്. ഓക്കെ, ചിലയിടത്ത് ഇതും പറയുന്നുണ്ട് നിങ്ങൾ വളരെ കൺട്രോളിങ് ആണ്. ഓക്കെ, സോ ചില ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ കൺട്രോളിങ് ആണ്, കൺട്രോൾ ചെയ്ത് നിർത്തുന്നവരാണ്. ഗോസിപ്പ് ഇതുകൊണ്ട് ദാറ്റ് നിങ്ങൾ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ആൻഡ് നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഈവൻ തോ അതൊരു സീക്രട്ടീവ് മോഡാണ്. ദാറ്റ് ഈസ് ഈ പറയുന്ന ആൾക്കാർക്ക് അറിയില്ല നിങ്ങൾക്ക് പണം എവിടുന്ന് ലഭിക്കുന്നു.
പക്ഷേ അവർക്കറിയാം ദാറ്റ് നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ആ പണത്തെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ മറ്റാൾക്കാർക്ക് വേണ്ടി ചെലവഴിക്കാനോ മറ്റാൾക്കാരെ കാണിക്കാനോ നിങ്ങൾ ആ പണം എടുക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണത് ഉപയോഗിക്കുന്നത്. നിങ്ങൾ വളരെ നർച്ചർ ആണ്. നർച്ചർ മാത്രമല്ല, നിങ്ങൾ വളരെയധികം അബണ്ടൻസ് നിറഞ്ഞതാണ്. കാരണം എന്നെ കാണിക്കുന്നത് പോംഗ്രാനൈറ്റ് ആണ്, മാതുള നാരങ്ങ, അതാണ് എന്നെ കാണിക്കുന്നത്. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് വളരെയധികം പൊട്ടൻഷ്യൽ ഉണ്ട്, അബണ്ടൻസ്, ഐശ്വര്യം കൊണ്ടുവരാൻ നിങ്ങളുടെ ജീവിതത്തിൽ. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 95-98% ആൾക്കാർക്ക് നിങ്ങൾ വളരെ ഐശ്വര്യമുള്ള ഒരാൾ തന്നെയാണ്. ഓക്കെ, ലക്ക് നിങ്ങളെയാണ് ഫേവർ ചെയ്യുന്നത്. ലക്ക് എപ്പോഴും നിങ്ങൾക്ക് കൂടെയുണ്ട്. ആൻഡ് അത് വളരെയധികം ജലസിയാണ് ചില ആൾക്കാർക്ക്. കാരണം അവരുടെ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴും ലക്ക് കൂടെയാണ്. എന്തുകൊണ്ടോ നിങ്ങൾക്ക് മാത്രമേ ലക്ക് ലഭിക്കുന്നുള്ളൂ, ഓക്കെ, ഭാഗ്യം ലഭിക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ജഡ്ജ്മെൻറ്റ് കാർഡ് ആണ് വന്നത്. നിങ്ങളെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം ഒരു നിമിഷം കാണുന്ന ആളല്ലായിരിക്കും നിങ്ങൾ അടുത്ത നിമിഷം. ഓക്കെ, ഇന്ന് നിങ്ങളുടെ നേച്ചർ എങ്ങനെയാണോ ആ നേച്ചർ അല്ലായിരിക്കും അടുത്ത ദിവസം. ഓക്കെ, ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. അൺപ്രെഡിക്റ്റബിൾ ആണ് നിങ്ങൾ. ഓക്കെ, സോ ജഡ്ജ്മെൻറ്റ് കാർഡ് ഇവിടെ പറയുന്നത് ഏത് കാര്യവും ന്യായത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, ആൻഡ് ഏത് കാര്യവും തുല്യതയിൽ വെക്കാനും നിങ്ങൾക്ക് ഇഷ്ടമാണ്. ഓക്കെ, അതും കൂടിയാണ് ഗോസിപ്പ് പറയുന്നത്. കിങ് ഓഫ് സ്വോർഡ്സ്. ചില ആൾക്കാർ കാണുന്ന പ്രേക്ഷകർക്കെതിരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദാറ്റ് അവർക്ക് തന്നെ ടയർഡ്നെസ്സാണ്. ഓക്കെ, നിങ്ങളെപ്പറ്റി എപ്പോഴും അവർ പറഞ്ഞിരിക്കുകയാണ്. ആൻഡ് അതിൽ തന്നെ അവർക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്. 9 ഓഫ് കപ്സ്. Ace of Wands. ഗോസിപ്പ് ഇതുകൊണ്ട് ദാറ്റ് പ്രേക്ഷകരുടെ ആഗ്രഹങ്ങളെല്ലാം എപ്പോഴും ദൈവം സാധിച്ചു കൊടുക്കും. ഓക്കെ, സോ മൈറ്റ് ബി അവരുടെ ആഗ്രഹങ്ങൾ എപ്പോഴും സാധിക്കുന്നില്ല എന്നതായിരിക്കും അവർ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താഗ്രഹമുണ്ട് അത് നടന്നിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഓക്കെ, നിങ്ങൾ വളരെ തൃപ്തിയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഉണ്ട് എന്നതാണ് ഈ ഗോസിപ്പ് പറയുന്നത്. ഏസ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. ഗോസിപ്പ് ഇതുമാണ് ദാറ്റ് പ്രേക്ഷകർക്ക് ഏതൊരു കാര്യവും ഏറ്റെടുത്ത് ചെയ്യാൻ അറിയാം. ഓക്കെ, നിങ്ങൾ പിന്തിരിയത്തില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനെ എങ്ങനെ തരണം ചെയ്യണം അത് ചെയ്യാൻ പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ്. 7 ഓഫ് പെന്റിക്കിൾസ്. എംപ്രസ്. ഓക്കെ, ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ എന്തിനോ വെയിറ്റ് ചെയ്യുവാണ്. ഓക്കെ, എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്കും അറിയില്ല എന്താണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, സോ അവരും കാത്തു നിൽക്കുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. എന്നാൽ ചില ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി അനുഗ്രഹം ഏറെയുള്ളതാണ്. ഓക്കെ, നിങ്ങൾ തന്നെ മഹാലക്ഷ്മി രൂപമാണ്. ലേഡീസ് ആണെങ്കിൽ മഹാലക്ഷ്മി രൂപമാണ്, ജെൻസ് ആണെങ്കിൽ മഹാലക്ഷ്മി അമ്മയുടെ ബ്ലെസ്സിങ്സ് ഏറെയുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്കും അറിയില്ല ദാറ്റ് നിങ്ങളുടെ കഴിവെന്താണ്, നിങ്ങൾക്കും അറിയില്ല നിങ്ങളുടെ ഐശ്വര്യം എന്താണ്, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ ഊർജം മഹാലക്ഷ്മി സ്വരൂപമാണ്. ഓക്കെ, അതാണ് ചില ആൾക്കാർ പറയുന്ന ഗോസിപ്പ്. King of Cups. Ten of Cups. ഇവിടെ പറയുന്നത് പ്രേക്ഷകരുടെ ജീവിതം, ഓക്കെ, കുടുംബജീവിതം വളരെ നല്ലതാണ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ വളരെ കാം പേഴ്സൺ ആണ്, പീസ്ഫുൾ പേഴ്സൺ ആണ്. മറ്റു വീടുകളിൽ വഴക്ക് ബഹളം നടക്കുമ്പോഴും അത് നിങ്ങളുടെ കുടുംബപരമായ ബഹളങ്ങളും ആണ് നടക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ അതിനെ വലുതാക്കത്തില്ല. ഓക്കെ, നിങ്ങൾ വളരെ പേഷ്യൻസ് വെച്ച്
ആ കാര്യങ്ങൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ തേടിപ്പിടിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. സോ നെക്സ്റ്റ്, gossip. എന്താണ് പ്രേക്ഷകരെ പറ്റി പറയുന്നത്? The energy is emotional, sensitive, caring and loving. It may concern family, a mother or a child. നിങ്ങളെ പറ്റി പറയുന്നത് നിങ്ങൾ വളരെയധികം കുടുംബപരമായ ഒരു വ്യക്തിയാണ്. ദാറ്റ് ഈസ് കുടുംബത്തിന് വേണ്ടി ഏറെ ആലോചിക്കുന്ന ഒരാളാണ്. ഒരു വളരെയധികം സ്നേഹം നിറഞ്ഞ ഒരമ്മ, ഒരച്ഛൻ, ഓക്കെ, സ്നേഹം നിറഞ്ഞ ആൾക്കാരാണ് നിങ്ങൾ. നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, അതായത് നിങ്ങളുടെ ഫാമിലി എന്ന് പറയുന്ന ആൾക്കാർക്ക് ഏറെ സ്നേഹവും റെസ്പെക്റ്റും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എന്നതാണ് പറയുന്നത്. Okay. Chiron, your healing power, empathy and ability to teach or learn remedies. പെട്ടെന്ന് ആണ് നിങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, ഏത് കാര്യവും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചെടുത്തിരിക്കും. ഈ ഒരു ഗ്രൂപ്പിൽ പ്രേക്ഷകർക്ക് ഏറെ ദൃഷ്ടിദോഷമുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏറെ കണ്ണ് കിട്ടുന്നുണ്ട്. അതിന് ആയത് നിങ്ങൾ ഉപ്പുവെള്ളത്തിൽ കുളിക്കുക. ഓക്കെ, ഓൾട്ടർനേറ്റീവ്സ് കുളിക്കൂ, അല്ലെങ്കിൽ അറ്റ് സ്ട്രെച്ച് 7 ദിവസം കുളിക്കൂ. ഓർ എൽസ് കർപ്പൂരം കത്തിച്ച് അതിൻ്റെ പുക വീട്ടിൽ കൊടുക്കൂ. ഓക്കെ, കാരണം ഏറെ ടയർഡ്നെസ് എനിക്ക് ഫീൽ ചെയ്യുന്നു ഈ ഒരു ഗ്രൂപ്പ് ചെയ്യുമ്പോൾ. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ദൃഷ്ടിദോഷം ഏറെയുണ്ട്. Gemini, the energy is communicative, mischievous, lively, witty and informative. Stimulating exchange is possible. സോ ചില ആൾക്കാർ പറയുന്നത് നിങ്ങളുടെ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ മറ്റാൾക്കാരോട് ഇടപെടുന്ന ഒരു രീതി വളരെ നല്ലതാണ്. ഓക്കെ, സോ മിക്സ്ഡ് ഇമോഷൻസ് ആണ് ഈ ഒരു ഗ്രൂപ്പിലെങ്കിൽ പോലും, ഓക്കെ, ഓൾമോസ്റ്റ് 98 to 99% പോസിറ്റീവ് ഗോസിപ്പാണ് നിങ്ങൾക്ക് വേണ്ടി നടക്കുന്നത്. ഓക്കെ, പോസിറ്റീവാണ്, ഒന്നും തെറ്റായ ഗോസിപ്പല്ല ഇവിടെ നടക്കുന്നത്. ഈ ഒരു എനർജി, ഇത് നിങ്ങൾക്ക് പെട്ടെന്നാണ് റെമഡീസ് പഠിക്കാൻ പറ്റുന്നതും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതും ആൻഡ് മറ്റുള്ളവരെ സഹായിക്കാനും നിങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ, സോ ഐ തിങ്ക് ഐ സ്റ്റോപ്പ് ഇറ്റ് with angelic advice. എന്താണ് ഏഞ്ചൽസ് അഡ്വൈസ്? യു ആർ റെഡി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രേക്ഷകർ സൈൻ ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സമയം നല്ലതാണ്. ഓക്കെ, പ്രേക്ഷകർക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആൻഡ് പ്രേക്ഷകർ റെഡിയാണ്. പേടി ഉണ്ടായിരിക്കാം, പക്ഷെ അത് പ്രേക്ഷകർക്ക് മാറ്റാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഗോസിപ്പ് ഇതും പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ചുറ്റുവട്ടത്തുനിന്ന് ആൾക്കാർ ഇതും പറയുന്നുണ്ട് ദാറ്റ് നിങ്ങൾ എന്തോ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. നിങ്ങളുടെ അതോറിറ്റി, നിങ്ങളുടെ ചേഞ്ച് ഓഫ് പേഴ്സണാലിറ്റി വളരെ വൈബ്രൻ്റ് ആണ്. എന്ന് വെച്ചാൽ മറ്റാൾക്കാർ കാണുമ്പോൾ 5 വർഷം മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നോ അങ്ങനെയല്ല ഇപ്പോൾ. ഓക്കെ, ഒത്തിരി വ്യത്യാസങ്ങൾ നിങ്ങളുടെ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ മറ്റാൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ എങ്ങനെയാണോ പ്രസൻറ്റ് ചെയ്യുന്നത് അതിൻ്റെ രീതി, ഇതെല്ലാം മാറിക്കഴിഞ്ഞു. ആൻഡ് ഇനിയും അങ്ങോട്ട് മുന്നോട്ട് പോകാൻ, മുന്നോട്ട് കാര്യങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ നിങ്ങൾ റെഡി ആണ്. ഓക്കെ, സോ ഗ്രൂപ്പ് 1 വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഓക്കെ, സോ ഗോസിപ്പ് മോശമല്ല, പോസിറ്റീവാണ്. കുറച്ച് ആൾക്കാർ, നിങ്ങളോട് ജലസിയുള്ള ആൾക്കാരൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് പോസിറ്റീവ് പറയാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. സോ നല്ല ഗോസിപ്പാണ് ഈ റീഡിങ്. ക്ലെയിം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ, എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സിന് വേണ്ടിയിട്ടുള്ള നമ്പർ ആൻഡ് സേൽസ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. So that's it guys, see you in my next video, bye.
ഹലോ ഗ്രൂപ്പ് ടു ചൂസ് ചെയ്തത് വിസ്ഡം ഓഫ് ദ ഹാർട്ട്. ദ ഹാർട്ട്സ് വിസ്ഡം സ്പീക്സ് ത്രൂ ഇൻറ്റ്യൂഷൻ, ലിസൺ ക്ലോസ്ലി. സോ ഇവിടെ ഗോസിപ്പ് വളരെ ലൈറ്റ് ഹാർട്ടഡ് ഗോസിപ്പാണ്. ഓക്കെ, നിങ്ങളെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരെ ആൾക്കാർ വളരെ ലൈറ്റ് ഹാർട്ടഡ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന, ഓക്കെ, ഒന്നും മനസ്സിൽ ഏറ്റെടുക്കാത്ത, ദാറ്റ് ഈസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ വിദ്വേഷം ഏറ്റെടുക്കാത്ത ക്ലീൻ ഹാർട്ട്. ഓക്കെ, എപ്പോഴും സന്തോഷത്തിൽ നടക്കുക, എപ്പോഴും ചിരിച്ചുകൊണ്ട് നടക്കുക, എല്ലാവരോടും സംസാരിക്കുക, ആ ഒരു ടൈപ്പ് എനർജിയാണ് നൽകുന്നത്. ആൻഡ് അതാണ് നിങ്ങളുടെ സ്റ്റാർട്ടിങ് ഗോസിപ്പ്. സോ ലെറ്റ്സ് സീ ത്രൂ ടാരോ എന്താണ് ഗ്രൂപ്പ് 2 വേണ്ടിയിട്ടുള്ള ഗോസിപ്പ്. ദ ചാരിയറ്റ്, Ace of Wands, the Queen of Pentacles, Three of Swords, Two of Cups. Okay. So Group 2 നുള്ള ഗോസിപ്പ്, നിങ്ങൾ പെതുക്കെ നിങ്ങളുടെ ജീവിതം തിരിച്ചെടുക്കുകയാണ്. ഓക്കെ, ചാരിയറ്റ് കാർഡാണ്. നിങ്ങളിൽ ചില ആൾക്കാർക്ക് നിങ്ങളുടെ നെഗറ്റീവ് എന്താണെന്ന് പിടികിട്ടുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് ഉണ്ട്, ഒത്തിരി പോസിറ്റീവ് സൈഡാണ്. ആൾക്കാർ കാണുമ്പോൾ നല്ല കാര്യങ്ങളാണ് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ തെറ്റായ കാര്യങ്ങൾ എന്ത്, ലൈക്ക് നിങ്ങൾക്കേറെ ദേഷ്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റാൾക്കാരെ പറ്റി ഗോസിപ്പ് പറയുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് ജലസി ഉണ്ടോ, അവർക്ക് എന്തോ നിങ്ങളുടെ നെഗറ്റീവ് സൈഡ് എന്താണ് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് ഇതറിയാം, ദാറ്റ് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പെതുക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പെതുക്കെ ലൈനിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗോസിപ്പ് ഇതുകൊണ്ട് ദാറ്റ് നിങ്ങൾ ഏതൊരു കാര്യവും ഏറ്റെടുക്കുന്ന ഒരാളാണ്. ഓക്കെ, ഒന്നിനും തിരിച്ചു വെക്കാൻ പറ്റില്ല. ഓക്കെ, ഏതൊരു കാര്യത്തിനും കൈയെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് നീങ്ങുന്നതാണ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസിൽ പ്രേക്ഷകർ എന്തോ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്തൊക്കെയോ ആലോചനകൾ നടത്തുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എന്തോ ചെയ്യണം, നിങ്ങൾ എന്തോ ചെയ്യാൻ പോകുകയാണ്. ആൻഡ് അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ സക്സസ്ഫുൾ ആകും എന്നതാണ് ഗോസിപ്പ്. ഓക്കെ, ചില ആൾക്കാർ ഇതും പറയുന്നുണ്ട് ദാറ്റ് നിങ്ങൾക്ക് വളരെയധികം ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആൾക്കാരിൽ നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആൾക്കാരിൽ നിന്നാകാം, നിങ്ങൾക്ക് ഒത്തിരി ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് അത് നിങ്ങളെ തകർത്തതാണ്. ഓക്കെ, 3 of Swords അത് തന്നെയാണ് പറയുന്നത്, അത് നിങ്ങളെ തകർത്തതാണ്. പക്ഷേ ചില ആൾക്കാർ ഇതും പറയുന്നുണ്ട് ദാറ്റ് ഈ ഒരു വേദന നിങ്ങളെ ഒരു പുതിയ ആളിനെ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ. സോ ചില ആൾക്കാർക്ക്, ചില പ്രേക്ഷകർക്ക് ഈ ഒരു റീഡിങ് നിങ്ങളുടെ എക്സസിൽ നിന്നും ആകാം. ഓക്കെ, നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ്, എക്സ് ലവർ, എക്സ് വൈഫ്, എക്സ് സ്പൗസ്, ഓക്കെ, എക്സ് ഗേൾ ഫ്രണ്ട്, അവരെന്ത് പറയുന്നു അതാകാം. ഓക്കെ, അവരുടെ മനസ്സിലുള്ള ഗോസിപ്പ് ആകാം. സോ എവിടെയോ നിങ്ങൾക്കേറെ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആളിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതും ഒരു ഗോസിപ്പ് ആണ്. ഓക്കെ, ആൻഡ് ഈ വരുന്ന ആളൊരു ഡിവൈൻ പാർട്ട്ണർ ആയിരിക്കും എന്നതും ഉറച്ചു പറയുന്ന ചില ആൾക്കാരുണ്ട്. ഓക്കെ, കാരണം ഇവിടെ നിങ്ങൾക്ക് ഏഞ്ചലിക് റെലമിൻ്റെ സപ്പോർട്ടുണ്ട്, സ്പിങ്സിൻ്റെ സപ്പോർട്ടുണ്ട്, ദാറ്റ് മീൻസ് ഡിവൈൻ ബീയിങ്സിൻ്റെ സപ്പോർട്ടുണ്ട്. സോ ഏറെ പ്രേക്ഷകർ ഭക്തരാണ്. ഓക്കെ, ഏറെ പ്രാർത്ഥിക്കുന്നവരാണ്. സോ അതും ഒരു ഗോസിപ്പ് ഉണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ എന്താണ് ഗ്രൂപ്പ് 2 വേണ്ടിയിട്ടുള്ള ഗോസിപ്പ്. 4 of Pentacles, Six of Wands, King of Wands, the Star,
4 ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് 6 ഓഫ് ഫോൺസ് ആണ് പ്രേക്ഷകരുടെ സാമ്പത്തികം, ഓക്കെ, അതിനെ ഭദ്രതയിലാക്കുകയാണ്. ഓക്കെ, ഇതൊരു ഗോസിപ്പാണ്. ആൻഡ് ഭദ്രതയിൽ ആക്കുന്നുണ്ട്, പക്ഷേ ഒരു സ്റ്റിഞ്ചി ടൈപ്പ് അല്ല. ദാറ്റ് ഈസ് ഞാൻ ചിലവഴിക്കില്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നതല്ല. നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആവശ്യത്തിന് നിങ്ങൾ എക്സ്പെൻസും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെൻസും കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മൊത്തം അബണ്ടൻസിലേക്കാണ്. ഓക്കെ, പണം ഏറെ വേണം എന്നുള്ള ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾക്ക് പണം ഏറെ വേണം എന്നുള്ള ആഗ്രഹമാണ്. ഓക്കെ, സക്സസ് നിങ്ങൾക്കൊപ്പമുണ്ട്, നിങ്ങൾക്ക് വിജയമുണ്ട്. ആൻഡ് ഈ വിജയം നിങ്ങളുടെ അടുത്ത് മാത്രമല്ല, നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ മൈറ്റ് ബി നിങ്ങളിൽ ഏറെ പ്രേക്ഷകർ അവർ ജോബ് ചെയ്യുന്നുണ്ടാകാം. ആൻഡ് ആ ജോബിൽ നിന്ന് കിട്ടുന്ന പണം ഈവൻ തോ നിങ്ങൾ മറ്റാൾക്കാരെ അറിയിക്കുന്നില്ലായിരിക്കാം നിങ്ങൾക്ക് എത്ര കിട്ടുന്നു അല്ലെങ്കിൽ എത്ര ലഭിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. എന്നാലും നിങ്ങളുടെ മീൻസ് നിങ്ങൾ എങ്ങനെയാണോ ആൾക്കാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്, ഓക്കെ, അത് നിങ്ങളുടെ ഡ്രസ് കോഡായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വാഹനമായിരിക്കാം, നിങ്ങളുടെ ആ സ്റ്റൈലിൽ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ആൻഡ് ആ സ്റ്റൈലിൽ വ്യത്യാസം വന്നിരിക്കുന്നത് പണത്തിൻ്റെ വ്യത്യാസമാണ്. ദാറ്റ് മീൻസ് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ലക്ഷൂറിയസ് ഫീലാണ് നിങ്ങളെ കാണുമ്പോൾ അവർക്ക് ഉണ്ടാകുന്നത്. സോ സക്സസ് നിങ്ങൾക്കൊപ്പമുണ്ട്, ആൻഡ് സക്സസ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ലക്ഷൂറിയസ് വേയിലാണ് ജീവിക്കുന്നത് എന്നതാണ് ഈ ആൾക്കാർ പറയുന്നത്. കിങ് ഓഫ് ഫോൺസ് ആണ് ആൻഡ് ത്രോട്ട് ചക്ര. ഓക്കെ, എങ്ങനെയോ ഈ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത്, പ്രേക്ഷകരുടെ അടുത്ത് എത്തരുത് എന്നതും അവർക്കുണ്ട്. ദാറ്റ് മീൻസ് ഒളിഞ്ഞിരുന്ന് സംസാരിക്കുന്നവരാണ് ഏറെ കുറേയൊക്കെ. ആൻഡ് ഓൾമോസ്റ്റ് ചില ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് നിങ്ങൾ ഒന്നും പറയരുത്. ഓക്കെ, നിങ്ങളുടെ ത്രോട്ട് ചക്ര എപ്പോഴും അടഞ്ഞിരിക്കണം എന്നതും അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ മൈറ്റ് ബി നിങ്ങൾ നേരത്തെയൊക്കെ ഈ പറയുന്ന ആൾക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയില്ലായിരിക്കാം. ഓക്കെ, ഞാൻ അഗെയിൻ പറയുന്നു, നിങ്ങളുടെ എക്സസിൽ നിന്നും ഈ റീഡിംഗ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ എക്സസ്, ഓക്കെ, നിങ്ങളുടെ എക്സ് ഹസ്ബൻഡ്, എക്സ് വൈഫ്, എക്സ് ലവർ, ഓക്കെ, അവർ വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കാം ഇത്, അവർ പറഞ്ഞ് നടക്കുന്ന ഗോസിപ്പ് ആയിരിക്കാം. സോ അവർ ആഗ്രഹിക്കുന്നുണ്ട് ദാറ്റ് നിങ്ങളൊന്നും പറയരുത്. സോ ദാറ്റ് മീൻസ് അവർ പറയുന്ന വാട്ട് എവർ അവർ മറ്റാൾക്കാരെ ധരിപ്പിക്കുന്നോ നിങ്ങളെപ്പറ്റി, അതായിരിക്കണം എല്ലാവരുടെ മനസ്സിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനും ഈ ഒരു റീഡിങ്ങിൽ വരുന്നുണ്ട്. ഓക്കെ, കിങ് ഓഫ് ഫോൺസ് ആണ്. നിങ്ങൾ ദൂർക്കാഴ്ചയുള്ളവരാണ്. ഓക്കെ, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ഇപ്പോഴത്തേക്കിനുള്ളതല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നതും പറയുന്നുണ്ട്. സ്റ്റാർ ആണ്. ദാറ്റ് ഈസ് ഏറെ ആൾക്കാർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളെ വളരെ വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ ബ്യൂട്ടി, പെർട്ടിക്കുലർലി നിങ്ങളുടെ ഫിസിക്കൽ ബ്യൂട്ടി ഭയങ്കര ഇഷ്ടമാണ്. മൈറ്റ് ബി നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കണ്ണുകൾ വരുന്നുണ്ട്. സോ ചിലരുടെ കണ്ണുകൾ വളരെ ബ്യൂട്ടിഫുൾ ആണ്, ആകർഷണീയമാണ്. സോ നിങ്ങളുടെ ഫിസിക്കൽ ബ്യൂട്ടി, ചിലർക്ക് നിങ്ങളുടെ ഹെയർ, നിങ്ങളുടെ മുടി ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സോ മെൻ ഓർ ഫീമെയിൽ, ഓക്കെ, മെയിൽ ഓർ ഫീമെയിൽ രണ്ടുപേർക്കും കൂടിയാണ്. ഓൾ റൈറ്റ്. സോ നിങ്ങളുടെ ഫിസിക്കൽ ബ്യൂട്ടി വളരെ അട്രാക്റ്റീവാണ്. ഓക്കെ, അതുകൊണ്ടും ആൾക്കാർ നിങ്ങളിൽ അട്രാക്റ്റ് ആകുന്നുണ്ട്. ആൻഡ് നിങ്ങളെ വളരെയധികം നല്ലൊരു രീതിയിലാണ് അവർ കാണുന്നത്. ഓക്കെ, സോ വാട്ട് എൽസ്, ലെറ്റ്സ് സീ. Gossip about group 2. Capricorn, the energy around you is serious, materialistic and hardworking. It bestows shrewdness and cautious ambition. Okay, സോ ആൾക്കാർ ഇതും പറയുന്നുണ്ട് ദാറ്റ് നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്. ഓക്കെ, നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആണ്, മെറ്റീരിയലിസ്റ്റിക് ആണ്. ദാറ്റ് ഈസ് മെറ്റീരിയൽ കാര്യങ്ങളിൽ ഏറെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ സീരിയസ് ആണ്. ഈവൻ തോ നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ചിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളെ കാണുമ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഭാവമാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ചില ആൾക്കാർ പറയുന്നുണ്ട് നിങ്ങൾ വളരെ ഷ്രൂഡ് ആണ്. ഷ്രൂഡ് ഇൻ ദ സെൻസ് കണ്ണിങ്. ഓക്കെ, ശരിയായ മോട്ടീവ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ട് ചില ആൾക്കാർ പറയുന്നുണ്ട്. ഇത് മിക്കവാറും
ഏതാൾക്കാർക്ക് നിങ്ങളെ തീരെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം, നയിക്കുന്ന ജീവിതം അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അവരാണിത് പറയുന്നത്. സോ ഹാർട്ടിലെടുക്കാതിരിക്കുക. ഓക്കെ, വാട്ട് എൽസ്, എന്താണ് നിങ്ങളെപ്പറ്റി പറയുന്നത്? ലെറ്റ്സ് സീ. പ്രൊട്ടക്ഷൻ, കോൾ ബാക്ക് യുവർ പവർ, കട്ട് ദ കോഡ്സ് ആൻഡ് സോൾ റിട്രീവൽ. നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, സോ ഈ ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നിങ്ങൾക്കെതിരെ പല റിച്വൽസ് ചെയ്യുന്ന ആൾക്കാരും നിങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട്. ഓക്കെ, നിങ്ങൾക്കെതിരെ അത് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ വലയം കുറയ്ക്കാനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിൽ നെഗറ്റീവ് എനർജി കൂടുതൽ വിടാനായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ് ആകാം. സോ നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് അവരറിയുന്നുണ്ട്. സോ മൈറ്റ് ബി അവർ ചെയ്യുന്ന റിച്വൽസ് എല്ലാം ബാക്ക് ഫയർ ആകുന്നുണ്ട്. ഓക്കെ, അവർ ചെയ്യുന്ന എല്ലാ റിച്വൽസും ബാക്ക് ഫയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിലവർക്ക് മനസ്സിലാകുന്നുണ്ട് ദാറ്റ് നിങ്ങൾ വളരെയധികം പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, സോ പ്രൊട്ടക്ഷൻ റിച്വൽസ് എപ്പോഴും ചെയ്യുക. പ്ലീഡീസ്, ഡബിൾ മിഷൻ, ചാനലിംഗ് ആൻഡ് അപ്ലിഫ്റ്റിംഗ് ഹ്യൂമാനിറ്റി. സോ ഈ ഗ്രൂപ്പിലെ പ്രേക്ഷകർ ഏത് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവരാണ്. സോ മൈറ്റ് ബി നിങ്ങൾ ടാരോ കാർഡ് റീഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ചാനൽ ചെയ്യുന്നതായിരിക്കാം മെസ്സേജസ്. ഓക്കെ, റീക്കി, പല സ്പിരിച്വൽ ഹീലിംഗ് മെത്തേഡ്സ് ചെയ്യുന്നതായിരിക്കാം. സോ യുനോ ഇത് ചില ആൾക്കാർക്ക് അറിയാം. ഓക്കെ, ആരാണോ നിങ്ങൾക്കെതിരെ ഗോസിപ്പ് ചെയ്യുന്നത് അവർക്കറിയാം ദാറ്റ് നിങ്ങൾ വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആണ്. അതും ഒരു ജലസിയുടെ കാരണമാണ്, ഗോസിപ്പിൻ്റെ കാരണമാണ്. ഓക്കെ, സോ ഏഞ്ചലിക് മെസ്സേജസ് എടുക്കാം. ഫോർ ഗ്രൂപ്പ് 2. ഈ ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർക്ക് കുറച്ച് നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വൽ ആക്ടിവിറ്റി ചെയ്യുന്നതിലോ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടാകാം. ഓക്കെ, ദാറ്റ് ഈസ് ബിക്കോസ് ചില ആൾക്കാർ എപ്പോഴും നെഗറ്റിവിറ്റി സെൻഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്, ബട്ട് യു ആർ പ്രൊട്ടക്റ്റഡ്. ഓപ്പർച്യൂണിറ്റി, സോ ഏഞ്ചലിക് അഡ്വൈസ് വരുന്നത് നിങ്ങൾക്ക് ഏറെ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓക്കെ, ഈ ഓപ്പർച്യൂണിറ്റിയെ കൈക്കലാക്കൂ. ഓക്കെ, അതിനെ മാക്സിമം യൂസ് ചെയ്യൂ. അതുപോലെ തന്നെ ഗോസിപ്പ് ഇതുകൊണ്ട് ദാറ്റ് ഏറെ പേർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും എല്ലാ ഓപ്പർച്യൂണിറ്റീസും ലഭിക്കാറുണ്ട്. ഓക്കെ, സോ ഇവിടെ ഏഞ്ചൽസ് എന്തായാലും ഗ്രൂപ്പ് 2 പ്രേക്ഷകർക്ക് ഏറെ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റീസ് എടുക്കുക. ആൻഡ് ഗോസിപ്പ് പറയുന്നവർ ഇത്രയും കൂടി ഗോസിപ്പ് പറയട്ടെ, നന്നായി അവർക്ക് ഗോസിപ്പ് പറയാനായിട്ട് കാര്യങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ജീവിതം നന്നായി സക്സസ്സിലേക്ക് കൊണ്ടുപോകുക. ഓക്കെ, സോ വെരി ഹാർട്ട് വാർമിംഗ് പൈലാണ്. മറ്റാൾക്കാർ എന്ത് പറയുന്നു അതിന് വലിയ ശ്രദ്ധ നിങ്ങൾ കൊടുക്കാറില്ല. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ജീവിതം ജീവിക്കാൻ നിങ്ങൾക്ക് ദാറ്റ് ഈസ് എങ്ങനെ ജീവിക്കണം ആ രീതിയിൽ തന്നെ ജീവിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് ദാറ്റ് എനിക്ക് എൻ്റെ ലൈഫ് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നോ ഡിയർ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിക്കുകയാണ്. ഓക്കെ, റൈറ്റ് നൗ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, പക്ഷേ നിങ്ങൾ എക്സാക്ട്ലി എങ്ങനെ നിങ്ങളുടെ ജീവിതം ജീവിക്കണം എന്ന് നിങ്ങളുടെ ഉൾമനസ്സിലുണ്ടായിരുന്നോ അതേ ജീവിതം ആണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ വിത്തിൻ 3 months നിങ്ങൾ അതേ ലെവലിലേക്കാണ് പോകുന്നത്. ഓക്കെ ഗൈസ്, സോ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എഴുതുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് ആൻഡ് ഹീലിങ്സിന് വേണ്ടിയിട്ടുള്ള നമ്പർ, സേവ്സ് ടീമിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. സോ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.